ഹലോ. അങ്ങനെ ചെമ്പനീർപ്പൂവിൽ ഇനി വരാൻ പോകുന്നത് അത്യന്തം നാടകീയവും ആകാംക്ഷാഭരിതവുമായ എപ്പിസോഡുകളാണ് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ശ്രുതി വന്നിട്ട് ചന്ദ്രമതിയുടെ കാലിൽ വന്ന് വീഴാണ്. കാലിൽ വന്ന് വീണിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാപ്പ് ചോദിക്കുകയാണ് ചന്ദ്രമതിയുടെ അടുത്ത്. ശ്രുതി മാത്രമല്ല കേട്ടോ, ശ്രുതിയുടെ പിന്നാലെ ശ്രുതിയും വന്നിട്ട് ചന്ദ്രമതിയുടെ കാലിൽ വീഴുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരോടും ചന്ദ്രമതി ചെറുതായിട്ട് ക്ഷമിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം സച്ചി പറയാണ്, നീ കട തുടങ്ങിയത് നിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ ക്യാഷ് കൊണ്ടല്ല, നമ്മുടെ അച്ഛൻ്റെ ക്യാഷ് കൊണ്ടാണ്. അതുകൊണ്ട് കടയുടെ ഉടമ ഇന്നു മുതൽ നീയല്ല, നമ്മുടെ അച്ഛനാണ്. ഇതാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്ത് എല്ലാവരും അത് കൈയടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ സച്ചിയും മറ്റുള്ളവരൊക്കെ പാടെ ചേർന്നിട്ട് ശ്രുതിയുടെ കടയിലേക്ക് വരികയാണ്. എന്നിട്ട് ശ്രുതി ആ കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് സച്ചി പറയും, ഇനി മുതൽ നീയല്ല കടയുടെ ഓണർ, അച്ഛനാണ്, കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയും. അങ്ങനെ രവിയേട്ടനെ ആ കസേരയിൽ കൊണ്ട് ഇരുത്തുകയാണ്. അങ്ങനെ രവിയേട്ടൻ ആ കസേരയിൽ ഇരിക്കുമ്പം എല്ലാവർക്കും നല്ല സന്തോഷമാവാണ്. രേവതിയും ശ്രീനാഥും വർഷയൊക്കെ കൈയടിക്കുകയാണ്. എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിലോ നല്ല ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെയാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവർക്ക് രണ്ടുപേർക്കും അത് ഒട്ടും ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റുന്ന ഒരു കാര്യമല്ല. അത് അവരുടെ മുഖത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രവിയേട്ടൻ്റെ അധ്വാനവും സമ്പാദ്യമൊക്കെ രവിയേട്ടൻ്റെ കൈകളിൽ തന്നെ വന്നു ചേരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കൂട്ടുകാരെ ചെമ്പനീർപ്പൂവിൽ വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.